ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? അല്ലേ? ഒരു തംസ് അപ്പ് തന്നിരുന്നത് നന്നായിരുന്നു. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ജനറൽ ലോസ് ആണ് നോക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രണ്ട് നോം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറി ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറിയിൽ ഗ്രണ്ട് നോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഈ ഗ്രണ്ട് നോം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലോസ്ലി ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നമ്മൾ ഇന്ന് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ആണ് നോക്കി പോകുന്നത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആവുമല്ലോ എന്ന് വെച്ച് അപ്പൊ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്താണ് പോകുന്നത്. അപ്പം അറിയുമോ? ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്, ഹാൻസ് കെൽസൺ. കേട്ടോ? അപ്പൊ ഗ്രണ്ട് നോം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തിയറിയിൽ അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ഹാൻസ് കെൽസണുമായിട്ടാണ്. ഓക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, എ ലോ ഡിക്ലെയർഡ് അൾട്രാ വൈറസ് ഈസ് എന്താണ്? അൾട്രാ വൈറസ് ഒരു നിയമം അൾട്രാ വൈറസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? അത് മോറലി ഇൻവാലിഡ് ആണെന്നാണോ, അതോ പൊളിറ്റിക്കലി അൺഡിസൈറബിൾ ആണെന്നാണോ, അതോ കോൺസ്റ്റിറ്റ്യൂഷണലി വോയിഡ് ആണെന്നാണോ, അതോ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇറഗുലർ ആണോ? അതായത് ഒരു നിയമം ഇപ്പൊ നമ്മൾ പാസ്സായി വന്നു, അത് നിയമമായിട്ട് വന്നു, അതിനുശേഷം അത് അൾട്രാ വൈറസ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാം. അതിപ്പോ നമ്മൾ കോടതിയൊക്കെ അൾട്രാ വൈറസ് ആയിട്ട് ഒരു ലോയിനെ ഡിക്ലെയർ ചെയ്തെന്ന് വെച്ചു. അപ്പം ഒരു ലോ അൾട്രാ വൈറസ് ആണെങ്കിൽ എന്തായിരിക്കും? മോറലി ഉള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അതോ പൊളിറ്റിക്കലി ആണോ, അതോ കോൺസ്റ്റിറ്റ്യൂഷണലി അത് വോയിഡ് ആണോ? അതായത് വോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലൈക്ക് പ്രാബല്യത്തിൽ വരില്ല ഇനി, അത് വോയിഡ് ആക്കി കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ ഇനി വരില്ല. പിന്നെന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇറഗുലർ ആണോ? അറിയോ? ഓക്കെ, അൾട്രാ വൈറസ് എന്ന് ഡിക്ലെയർ ചെയ്ത അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വോയിഡ് ആണെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം ഏതെങ്കിലും ഒരു നിയമം അൾട്രാ വൈറസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത അതിന്റെ അർത്ഥം എന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി വോയിഡ് ആണെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ഇൻ ഇന്ത്യ ഈസ് പ്രൈമർലി ഡെറൈവ്ഡ് ഫ്രം. നമ്മുടെ ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പം എന്താണ്, എന്തിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തത്? പാർലമെന്ററി സോവറിനിറ്റി എന്നാണോ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, കസ്റ്റമറി ലോയിൽ നിന്നാണോ, എക്സിക്യൂട്ടീവ് ഡിസ്ക്രിപ്ഷനിലാണോ? ഈ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണ്? പ്രൈമറി ആയിട്ട് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ കാര്യം എവിടെയാണുള്ളത്? നമ്മുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലേ? നമ്മുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ആ കാര്യം പ്രൈമറി ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി ആണ് എന്ത്? അല്ല സോറി, ഓപ്ഷൻ ബി ആണ് എന്ത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ ഇൻ ഇന്ത്യ ഡീവിയേറ്റ്സ് ഫ്രം ഡൈസീസ് തിയറി ഡ്യൂ ടു. എന്താണ്? ഡൈസീസ് തിയറിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന റൂൾ ഓഫ് ലോ ഡീവിയേറ്റ് ആവുന്നു. എന്ത് കാരണത്താലാണ്? അതിന്റെ മെയിൻ റീസൺ എന്താണ്? അതിന്റെ മെയിൻ റീസൺ ഫെഡറലിസം ആണോ? ഫെഡറലിസം രണ്ടിലും ഉണ്ട്, അപ്പൊ അതിലൂടെ ഡീവിയേഷൻ വരുന്നില്ല. ജുഡീഷ്യൽ സുപ്രീമസിയും എന്താണ്? ഇന്ത്യയിലും ഉണ്ട് അല്ലെ? റൂൾ ഓഫ് ലോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഡീവിയേഷൻ വരുന്നത് എവിടെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷനിലാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം റൂൾ ഓഫ് ലോ ഇൻ ഇന്ത്യ ഡീവിയേറ്റ്സ് ഫ്രം ഡൈസീസ് തിയറി ഡ്യൂ ടു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ആണ്. കേട്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് കേസ് എസ്റ്റാബ്ലിഷ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ഇത് എളുപ്പമാണ്. ഇത് കാര്യം ഇത്രയും ദിവസം നമുക്ക് പഠിച്ചത് വെച്ച് നമുക്ക് ഏറ്റവും എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഏത് കേസിൽ നിന്നാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്? പറയാൻ പറ്റുമോ? ഇത് എളുപ്പമാണ്. ഇതൊന്ന് പറയാൻ പറ്റുമോ?
കാര്യം നമ്മളിപ്പോ ഇത്രയും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തു ക്വസ്റ്റ്യൻസ് യെസ് ബി, അതായത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മൾ ഇത്രയും ലോ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം കേട്ടിട്ടുള്ളത് എന്താണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആയിരിക്കും അല്ലെ? അപ്പം കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ് എന്ത് പറഞ്ഞേക്കുന്നത്? ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന് മുമ്പത്തെ AK ഗോപാലിന്റെ കേസിലൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അല്ലെ? പിന്നീട് കേശവാനന്ദ ഭാരതിയുടെ കേസ് വന്നപ്പോ എന്തു പറഞ്ഞു? ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്താണ് ആ ഡോക്യുമെന്റ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ പാടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണമെങ്കിൽ നമുക്ക് അമെൻഡ് ചെയ്യാം, പക്ഷെ അത് ഒരിക്കലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താണ് ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ളത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ബേസിക് സ്ട്രക്ചർ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് കാലങ്ങളായി കുറെ കേസുകളിലായിട്ട് എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം പല കേസുകളിലും ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണ്, ഇതിനെ മാറ്റാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് ധാരാളം കേസുകളിലൂടെ പിന്നീട് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ആയിട്ട് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ? ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ട് അല്ലാത്തത് എന്താണ്? ഇതില് ഒന്ന് പറയാൻ പറ്റുമോ? ഇതിന് ആൻസർ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ബേസിക് സ്ട്രക്ചർ എന്ന് നമ്മൾ പറഞ്ഞു, അപ്പൊ ഇതിൽ പാർട്ട് അല്ലാത്ത എന്തായിരിക്കും? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണോ? ആണല്ലേ. കാര്യം എന്താണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഒക്കെ വരുന്നത് എന്തിലാണ്? ഫെഡറലിസത്തിലാണ് വരുന്നത് അല്ലെ? അപ്പൊ ഫെഡറലിസം ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്, സെൻട്രൽ സ്റ്റേറ്റ് എന്നുള്ള ഒരു രീതിയിലൊക്കെ. ജുഡീഷ്യൽ റിവ്യൂ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൈറ്റ്സിനെയൊക്കെ സ്റ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ജുഡീഷ്യൽ റിവ്യൂ ആണ്. പിന്നെ എന്താണ്? പാർലമെന്ററി സുപ്രമസി. പാർലമെന്ററി സുപ്രമസി എന്ന് പറയുന്ന സാധനം നമ്മുടെ ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണോ? ആണോ? അല്ലല്ലേ. കാര്യം പാർലമെന്ററി സുപ്രമസി എന്ന് പറയുന്ന ഒരു ഫാക്ടറെ നമുക്ക് ബേസിക് സ്ട്രക്ചറിൽ കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് അത് മാറിയേക്കാം, പല കാര്യങ്ങൾ കൊണ്ടും എന്താണ് സുപ്രമസി എന്ന് പറയുന്ന ഒരു കാര്യം നഷ്ടമായേക്കാം. പാർലമെന്റിനല്ല ആക്ച്വലി സുപ്രമസി. എന്താണ് നമ്മുടെ നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലുത് എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അല്ലെ? പാർലമെന്ററി സുപ്രമസി എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നതല്ല. സെക്യുലറിസം ആണ് അല്ലെ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. അപ്പൊ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് ബേസിക് സ്ട്രക്ചർ ആണ്. ഒരിക്കലും ഒന്നിന്റെയും കാരണത്താൽ ഒരു മതത്തെ ഫേവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ നമ്മുടെ സ്റ്റേറ്റ് ചെയ്യില്ല. സെക്യുലർ ആയിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ്? സെക്യുലറിസവും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അപ്പൊ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമല്ലാത്തത് എന്താണ്? പാർലമെന്ററി സുപ്രമസി ആണ്. ഓക്കെ, അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ? ഓപ്ഷൻ സി, പാർലമെന്ററി സുപ്രമസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാർമണി ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP, അതായത് was established. അപ്പം ഹാർമണി ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റിന്റെയും DPSPയുടെയും ഇടയിലുള്ള ഹാർമണി എസ്റ്റാബ്ലിഷ് ചെയ്ത കേസ് ഏതാണ്? പറയാൻ പറ്റുമോ? പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചു നാളായില്ലേ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. അറിയോ? അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് DPSPയുടെയും ഇടയിൽ ഒരു ഹാർമണി ഉണ്ട്, അല്ലെങ്കിൽ ആ ഹാർമണീനെ എസ്റ്റാബ്ലിഷ് ചെയ്ത കേസ് മിനർവ മിൽസ് കേസ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. ഹാർമണി ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മിനർവ മിൽസ് കേസ്. ഓക്കെ. Okay, next question. Article 21 has been expanded through. അപ്പം ആർട്ടിക്കിൾ 21 എക്സ്പാൻഡ് ചെയ്ത് എന്തിലൂടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തിലൂടെയാണ്? ആർട്ടിക്കിൾ 21 നമുക്കറിയാം എന്താണ്? നമ്മുടെ പേഴ്സണൽ ലിബർട്ടീനെയും റൈറ്റ് ടു പ്രൈവസി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21. അപ്പം അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചെറിയ ഡിവിഷൻ ആയിരുന്നു.
അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് എങ്ങനെയാണ് അത് വളർന്നു വന്നുകൊണ്ടിരുന്നത്, അത് എക്സ്പാൻഡ് ചെയ്ത് ആർട്ടിക്കിൾ 21 എക്സ്പാൻഷൻ എന്തിലൂടെയാണ് ഉണ്ടായത്? ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെയാണ് കേട്ടോ. അല്ലാതെ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷനിലൂടെയോ സ്ട്രിക്ട് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ അല്ല. ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, പേഴ്സണൽ ലിബർട്ടി എന്നൊക്കെ പറയുമ്പോൾ ലിറ്ററൽ ആയിട്ടുള്ളത് ആ പേഴ്സണൽ ലിബർട്ടിയുടെ ഇന്റർപ്രിട്ടേഷൻ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ പിന്നീട് എന്താണ് ആർട്ടിക്കിൾ 21 നമ്മുടെ പ്രൈവസി ഉണ്ടെന്നും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ടെന്നും ഒക്കെ ആഡ് ആയി പോയി. അപ്പൊ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ പറ്റില്ല, സ്ട്രിക്ട് കോൺസ്റ്റിറ്റ്യൂഷനും അല്ല, അല്ലെങ്കിൽ അമെൻഡ്മെന്റ്സ് മാത്രമല്ല. ശരിക്കും ആർട്ടിക്കിൾ 21 സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്ത് എന്തിലൂടെയാണ്? ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെയാണ് കേട്ടോ. അപ്പം ആർട്ടിക്കിൾ 21 ഹാസ് ബീൻ എക്സ്പാൻഡഡ് ത്രൂ എന്താണ്? ജുഡീഷ്യൽ ആക്ടിവിസം. നെക്സ്റ്റ്, റൈറ്റ് ടു പ്രൈവസി ഈസ് റെക്കഗ്നൈസ്ഡ് അണ്ടർ. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് എന്തിന്റെ അണ്ടറിലാണ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്? പറയാൻ പറ്റുമോ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. റൈറ്റ് ടു പ്രൈവസി എന്തിന്റെ അണ്ടറിലാണ്? ആർട്ടിക്കിൾ 21 അണ്ടറിലാണ് കേട്ടോ. അപ്പൊ റൈറ്റ് ടു പ്രൈവസി വന്ന കേസ് ഏതാണ്? പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. പുട്ടസ്വാമി കേസ് അല്ലെങ്കിൽ ആധാർ കേസ് എന്നൊക്കെ അറിയപ്പെടും. ആധാർ കേസ് എന്നും പുട്ടസ്വാമി കേസ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് എന്താണ്? റൈറ്റ് ടു പ്രൈവസി ആർട്ടിക്കിൾ 21 ഭാഗമാണെന്ന് പറഞ്ഞ കേസാണ് പുട്ടസ്വാമി കേസ്. അത് ആധാർ കേസ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ. വിച്ച് കേസ് റെക്കഗ്നൈസ് പ്രൈവസി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്? ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഏത് കേസാണ് പ്രൈവസിയെ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി പറഞ്ഞേക്കുന്നത്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. രാജ്നാരായൺ ആണോ? അല്ല, പുട്ടസ്വാമിയുടെ കേസ്. യെസ്, ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. പുട്ടസ്വാമിയുടെ കേസാണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസി ആഡ് ആക്കിയത്. ഓക്കെ. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 32 ഇസ് നോൺ ആസ്. എന്താണ് ആർട്ടിക്കിൾ 32 എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഹാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? സ്ട്രക്ചർ ആണോ? എന്തായിട്ടാണ് ആർട്ടിക്കിൾ 32 അറിയപ്പെടുന്നത്? യെസ്, എ. അതായത് ആർട്ടിക്കിൾ 32 is known as heart of constitution. Okay, very good. Next question. Article 226 differs from Article 32 because അതായത് ആർട്ടിക്കിൾ 226 എന്താണ്? നമുക്ക് ഹൈക്കോർട്ടിന്റെ കീഴിൽ നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മറ്റു കാര്യങ്ങളും ഒക്കെ വയലേറ്റ് ചെയ്ത നമുക്ക് റിട്ട് പെറ്റീഷനും കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഹൈക്കോർട്ടിനെ സമീപിക്കാൻ പറ്റുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ അതിന്റെ റെമഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി തേടിക്കൊണ്ട് നമ്മൾ എന്താ നമുക്ക് സുപ്രീം കോർട്ടിനെ സമീപിക്കാം റിട്ട് പെറ്റീഷനും കാര്യങ്ങൾക്കും വേണ്ടി. അതാണ് സുപ്രീം കോർട്ടിനെ സമീപിക്കാൻ പറ്റുന്നത് അക്കോർഡിംഗ് ടു എന്താണ്? ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. എന്ത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തത്. ഇതേ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈക്കോർട്ടിനെ സമീപിക്കാൻ പറ്റും. ഏത് വഴി? ആർട്ടിക്കിൾ 226 പ്രകാരം. അപ്പൊ ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 32 തമ്മിൽ ഡിഫർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണ്? എന്താണ്? ഒരു ഡൗട്ട് ചോദിക്കട്ടെ? നമ്മള് ആർട്ടിക്കിൾ 32 പർപ്പസ് പറയുന്ന സമയത്ത് 32 ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം പറ്റുന്നത്. അപ്പൊ പക്ഷെ ഈ സംഭവം 226 വരുമ്പോൾ അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും പിന്നെ ബാക്കി എല്ലാ റൈറ്റ്സ് വരുന്നതാണോ? അങ്ങനെയാണ്. അതാണ് ക്വസ്റ്റ്യൻ. അതാണ് അതിന്റെ ഡിഫറൻസ് എന്താണ്? അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് വൈഡർ ഇൻ സ്കോപ്പ്. അതായത് ആർട്ടിക്കിൾ 226 എന്താണ്? വൈഡർ ഇൻ സ്കോപ്പ് ആണ്. അതായത് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ സമീപിക്കാം. നമുക്കപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മളിത് കണ്ടിന്യൂഷൻ ആയിട്ടാണ് എടുക്കുന്ന ഒരു ക്ലാസ്സിന്റെ. കഴിഞ്ഞ ക്ലാസ്സില് മൺഡേ, അതായത് മൺഡേയില് ജനറലോട് ഒരു സെഷൻ കഴിഞ്ഞിരുന്നു. സോറി, മൺഡേ അല്ല, എന്നായിരുന്നു, 2 ദിവസത്തിന് ഒരു ക്ലാസ് കഴിഞ്ഞിരുന്നു. അപ്പം അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് എടുക്കുന്നത്.
അപ്പം അന്നത്തെ ഒരു 75th സ്ലൈഡ് വരെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കി റെസ്റ്റ് ഓഫ് ദ സ്ലൈഡ്സ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ക്ലാസ്സിലുള്ളവർ കഴിഞ്ഞ ക്ലാസ്സിനുണ്ടായിരുന്നോ? ആരൊക്കെയാ ജിമീറ്റ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇതിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ കഴിഞ്ഞ ജനറലോയുടെ ക്ലാസ്സിൽ? ഉണ്ടായിരുന്നെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക, ഇല്ലായിരുന്നവർ ഒരു തംസ് ഡൗൺ. കേൾക്കുന്നില്ലേ? ഹലോ, കഴിഞ്ഞ ജനറലോയുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ജനറലോയുടെ ക്ലാസ്സിൽ ഇതിലെ 75th സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആ ഡിസ്കഷൻസ് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ 5th സ്ലൈഡ് വരെയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തതും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് നോക്കൂ. അപ്പൊ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു ചെറിയ സെഷൻ ആയിരിക്കും, കാരണം ബാക്കി കുറച്ചേ ഉള്ളൂ. അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെഷൻ നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതായത് PIL എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇസ് പ്രൈമർലി യൂസ്ഡ് ഫോർ. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറുള്ള ആളുകളുടെ, അതായത് ജനറൽ പബ്ലിക്കിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാള് കേസിന് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങൾക്ക്. അതായത് സപ്പോസ് ഇപ്പം ഈ ഹോസ്പിറ്റൽ പരിസരങ്ങളിലൊക്കെ ഈ ആളുകൾ ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവത്തില്ലേ? അപ്പൊ അങ്ങനത്തെ സ്മോക്കിംഗ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ജനറൽ പബ്ലിക്കിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അപ്പം ഈവൻ ദോ ആ ഒരു കാര്യത്തിൽ അഫക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസിന് പോകാൻ പറ്റും. അപ്പം അങ്ങനെ പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ റൈറ്റ് നമുക്ക് തരുന്നതാണ് എന്ത്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞത്. അതായത് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി നമുക്ക് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പം ആ ഒരു കാര്യമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അപ്പൊ അത് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദ്യം. എന്തായിരിക്കും? എന്തായിരിക്കും? ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട്സ്, ബി പ്രോപ്പർട്ടി റൈറ്റ്സ്, സി ഹ്യൂമൻ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ്, ഡി ടാക്സ് ഡിസ്പ്യൂട്ട്സ്. എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഹ്യൂമൻ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ് ആയിരിക്കും അല്ലെ? മെയിൻ ആയിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ മാനുഷികമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഫ്രീ ആയിട്ട് ശ്വസിക്കുക, അല്ലെങ്കിൽ നമുക്ക് അസുഖം വരാത്തൊരു രീതിയിലുള്ള എൻവയോൺമെന്റിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഹ്യൂമൻ റൈറ്റ് ആണ്. അപ്പം അവിടെ എന്താണ് സ്മോക്കിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ നമ്മൾ കേസിന് പോകുന്നു. അതിൽ അഫക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഒരാൾ അതിനു വേണ്ടി കേസിന് പോകുന്നു. അപ്പൊ അതെല്ലാം എന്താണ്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. അപ്പം അത് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പ്രൈമർലി ഫോക്കസ് ചെയ്തത് എന്തിനാണ്? ഹ്യൂമൻ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണെന്ന്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സ്മോക്കിങ്ങിന്റെ ഒരു കേസ്. അപ്പം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കുറച്ചൊരു ബ്രോഡ് ഏരിയ ആണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ പ്രൈമറി ഫോക്കസ് മനസ്സിലായല്ലോ, എന്താണ്? ഹ്യൂമൻ റൈറ്റ് എൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് മൂവ് ചെയ്യാം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് വാസ് റെക്കഗ്നൈസ്ഡ്. അപ്പം റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത കേസ് ഏതാണെന്നറിയോ? അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. രാജ്നാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. നോട്ട് ചെയ്തോണേ. റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത കേസാണ് എന്ത്? രാജ്നാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കുറച്ച് ഇമ്പോർട്ടന്റ് കേസസ് ഒക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ നോട്ട് ചെയ്തോണം. നെക്സ്റ്റ്, ദ ശബരിമല ജഡ്ജ്മെന്റ് പ്രൈമർലി ഡെൽറ്റ് വിത്ത്. ശബരിമല ജഡ്ജ്മെന്റ് എന്തിനെയാണ് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈമർലി ഡെൽറ്റ് വിത്ത് വാട്ട്? പ്രൈവസി, അല്ലെങ്കിൽ റിസർവേഷൻ, ഇക്വാലിറ്റി, ഫെഡറലിസം. എന്താണ്? ഓപ്ഷൻ സി ഇക്വാലിറ്റി ആണല്ലേ? ഇപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാം, ഇപ്പം കുറെ സെൻസേഷണൽ ആയിട്ടുള്ള കുറെ കേസസിൽ ഒന്നാണ് എന്ത്? ശബരിമല കേസ് അല്ലെ?
അപ്പൊ ശബരിമല ജഡ്ജ്മെന്റ് പ്രൈമറിലി എന്താണ്? ഇക്വാലിറ്റിയാണ് ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതായത് സ്ത്രീകൾക്ക് ഒരു പ്രായത്തിന് ശേഷം പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു അവിടുത്തെ കസ്റ്റം വന്നിരുന്നത്. അപ്പം അത് ബേസ് ചെയ്തിട്ടുള്ള എന്തിനെയാണ്? ഇക്വാലിറ്റിനെയാണ് അല്ലെ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. ദ ശബരിമല ജഡ്ജ്മെന്റ് പ്രൈമർലി ഡെൽറ്റ് വിത്ത് ഓപ്ഷൻ സി, ഇക്വാലിറ്റി. ഓക്കെ, നെക്സ്റ്റ്, A.V. Dicey's rule of law was influenced by. A.V. Dicey's rule of law ഇല്ലേ, അതെന്താണ് പ്രൈമർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ? ഏത് ജൂറിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ആ റൂൾ വന്നത്? ഓപ്ഷൻ ഡി, എഡ്വേർഡ് കോക്ക്. കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. A.V. Dicey's rule of law was influenced by എഡ്വേർഡ് കോക്ക്. നോട്ട് ചെയ്തോണേ, എഡ്വേർഡ് കോക്ക്. Next question. Judicial activism has significantly expanded in. Judicial activism ഏത് ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്? ജുഡീഷ്യൽ ആക്ടിവിസം ആർട്ടിക്കിൾ 21 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ഫോക്കസ് ചെയ്യുന്ന എന്തിനാണെന്നറിയാലോ? മെയിൻ ആയിട്ട് പേഴ്സണൽ ലിബർട്ടിനെയും റൈറ്റ് ടു ലൈഫിനെയൊക്കെയാണ് മെയിൻ ആയിട്ട് ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെയും ഒരു സിഗ്നിഫിക്കന്റ് എക്സ്പാൻഷൻ വന്നിരിക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് തന്നെ വരാം. ധാരാളം കേസുകൾ, അതായത് മേനക ഗാന്ധി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മേനക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ പുട്ടുസ്വാമിയുടെ കേസൊക്കെ ഇല്ലേ, അതൊക്കെ ആ ഒരു ആർട്ടിക്കിളിൽ വരുന്ന ഇമ്പോർട്ടന്റ് കേസാണ്. എന്താ, റൈറ്റ് ടു പ്രൈവസിനെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കൊണ്ടുവന്ന കേസാണ് പുട്ടുസ്വാമിയുടെ കേസ്. അത് എന്താണ്, ആധാർ കേസ് എന്നും അതിനെ അറിയപ്പെടാറുണ്ട്. അതൊരു സിഗ്നിഫിക്കന്റ് കേസാണ് ആർട്ടിക്കിൾ 21. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ മേനക ഗാന്ധിയുടെ കേസ്, അതൊക്കെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റി ഡിഫെക്ഷൻ ലോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ആന്റി ഡിഫെക്ഷൻ ലോസ്, അതായത് കൂറുമാറ്റത്തിനെതിരെ, അതറിയാലോ. കൂറുമാറ്റം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇലക്ഷൻ ഒക്കെ കഴിയുമ്പം ഒരു പാർട്ടിയിൽ നിന്ന് നേതൃത്വത്തിൽ വന്ന് ജയിച്ചൊരു വ്യക്തി മറ്റു പാർട്ടിയിലോട്ട് അതിനുശേഷം പോകുന്നു, അതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. അപ്പം അത് നിയമത്തിന് യോജിക്കുന്ന കാര്യമല്ല. അപ്പം അത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണിത് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അത് കൂറുമാറ്റത്തിനെതിരെ ഉള്ളത്, അത് ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിൽ കണക്കാക്കിക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണ് ആന്റി ഡിഫെക്ഷൻ ലോ. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഒരു അമെന്റ്മെന്റിലൂടെയാണ് ചേർത്തത്. അപ്പൊ ആ അമെന്റ്മെന്റ് ഏതാണെന്നറിയോ? ദ ആന്റി ഡിഫെക്ഷൻ ലോ ഏത് അമെന്റ്മെന്റിലൂടെ ആഡ് ചെയ്തെന്ന് ആർക്കെങ്കിലും അറിയോ? യെസ്, 52nd amendment. യെസ്, റൈറ്റ്. 52nd amendmentലൂടെയാണ് ആന്റി ഡിഫെക്ഷൻ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ആന്റി ഡിഫെക്ഷൻ പ്രൊവിഷൻസ് ആർ കണ്ടെയ്ൻഡ് ഇൻ. ആന്റി ഡിഫെക്ഷന്റെ പ്രൊവിഷൻസ് ഏത് ഷെഡ്യൂളിലാണ് കൊടുത്തിരിക്കുന്നത് അറിയോ? 52nd amendment വഴി ആഡ് ചെയ്തു. പക്ഷെ ഈ ആന്റി ഡിഫെക്ഷൻ പ്രൊവിഷൻസ് 10th ഷെഡ്യൂളിലാണ്. കറക്റ്റ്, 10th ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ പ്രൊവിഷൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. Next, the International Court of Justice. Option A has compulsory jurisdiction. Option B deals only with criminal matters. Option C is advisory only. Option D requires consent for jurisdiction. ഏതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന ആർക്കെങ്കിലും ചിലപ്പോൾ പറയാൻ പറ്റിയിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ത് പറയും? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. റിക്വസ്റ്റ് കൺസെന്റ് ഫോർ ജൂറിസ്ഡിക്ഷൻ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ എന്താണ്, കൺസെന്റ് വേണം അവരുടെ ജൂറിസ്ഡിക്ഷൻ. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഏതെങ്കിലും കൺട്രീസ് തമ്മിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കൺട്രീസിന്റെ കൺസെന്റ് വേണം ആ ജൂറിസ്ഡിക്ഷൻ ആയിട്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് റിക്വയർസ് കൺസെന്റ് ഫോർ ജൂറിസ്ഡിക്ഷൻ. അപ്പൊ അവർക്ക് ആ ഒരു ജൂറിസ്ഡിക്ഷനിലുള്ള കാര്യങ്ങൾ ഡീല് ചെയ്യണമെങ്കിൽ ആ ഡിസ്പ്യൂട്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന കൺട്രീസിന്റെ കൺസെന്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ?
ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ? ICJ എന്ന് പറഞ്ഞവർ നമ്മുടെ UN ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോടതി ആണ്. അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് അവരുടെ ആ ഒരു പരിധി അല്ലെങ്കിൽ നിയമപരിധി കണക്കാക്കുന്നത് എന്താണ്? അവരുടെ ആ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ഒരു കൺസെന്റ് റിക്വയർ ആയിരിക്കണം ആ ജൂറിസ്ഡിക്ഷൻ തീരുമാനിക്കാൻ. ഓക്കെ, അപ്പം എന്താണ്? ഓപ്ഷൻ ഡി റിക്വയർസ് കൺസെന്റ് ഫോർ ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓർത്തിരുന്നോണേ. ICJയുടെ മാറ്റർ വരുമ്പോ ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരുന്നോണം. ഓക്കെ. The Rio Earth Summit was held in. The Rio Earth Summit ഏത് വർഷമാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്? Rio Earth Summit ഓപ്ഷൻ എ ആണ് കേട്ടോ, 1992. The Rio Earth Summit was held in option A, 1992. Okay. The legal profession in India is regulated by. The legal profession ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ലീഗൽ പ്രൊഫഷൻ. ശ്രദ്ധിച്ചോണേ, ലീഗൽ പ്രൊഫഷൻ. ക്ലിയർ എഴുതാൻ പോകുന്ന ആളുകളല്ലേ, ഒന്ന് പറഞ്ഞേ, ലീഗൽ പ്രൊഫഷൻ ആരായിരിക്കും റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയില്? ഗസ് അടിച്ചോ? എല്ലാരും ഒന്ന് ഉത്തരം പറയാൻ ശ്രമിച്ചേ. ഇതിന് നോക്കട്ടെ എന്ത് പറയുന്നു. കേക്കുന്നില്ലേ? സി ആണോ? ഒരാൾ ചോദിച്ചത് സി ആണോ? ലീഗൽ പ്രൊഫഷൻ. ഓക്കെ, ലാസിം മിർസ പറഞ്ഞേക്കുന്നു ബി ആണെന്ന്. വേറെ ആർക്കും എന്തെങ്കിലും അഭിപ്രായം? യെസ്, ജനീതയും പറഞ്ഞേക്കുന്നു ഓപ്ഷൻ ബി തന്നെ. ആക്ച്വലി ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ലീഗൽ പ്രൊഫഷൻ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എൻറോൾ ചെയ്താൽ എന്തിന്റെ അണ്ടറിലാണ് എൻറോൾ ചെയ്യുന്നത്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് നമ്മൾ എൻറോൾ ചെയ്യുന്നതും. പിന്നീട് നമ്മൾ അഡ്വക്കേറ്റ്സ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കണമെങ്കിലും ബാർ കൗൺസിൽ അണ്ടറിൽ എൻറോൾ ചെയ്ത് അഫിലിയേറ്റഡ് ആയാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ്. ദ ഫസ്റ്റ് വുമൻ ജഡ്ജ് ഇൻ ഇന്ത്യ വാസ്. ഇന്ത്യയിലെ ആദ്യത്തെ വുമൻ ജഡ്ജ് ആരായിരുന്നു? ആരാ ഫസ്റ്റ് വുമൻ ജഡ്ജ് ഇൻ ഇന്ത്യ? അറിയോ? ഫസ്റ്റ് വുമൻ ജഡ്ജ് അന്ന ചാണ്ടി. യെസ്, ഫസ്റ്റ് വുമൻ ജഡ്ജ് ഇൻ ഇന്ത്യ ഇസ് അന്ന ചാണ്ടി. ഫസ്റ്റ് സുപ്രീം കോടതി ജഡ്ജ് ആരാ ഇന്ത്യയിലെ? ഫസ്റ്റ് സുപ്രീം കോടതി ജഡ്ജ് ഇന്ത്യയിലെ ആരാണ്? അറിയോ? യെസ്, ഫാത്തിമ ബി. യെസ്. അപ്പൊ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഫസ്റ്റ് വുമൻ ജഡ്ജും ഫസ്റ്റ് സുപ്രീം കോടതി ജഡ്ജും. ഓക്കെ, അത് തെറ്റിപ്പോലെ. ഫസ്റ്റ് വുമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. ഒരു ഹൈക്കോർട്ടിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നിട്ടുള്ള ആരാണ്? ഫസ്റ്റ് വുമൻ ജഡ്ജ് പറഞ്ഞു, സുപ്രീം കോടതിയിലെ ഫസ്റ്റ് വുമൻ ജഡ്ജ് പറഞ്ഞു, പിന്നെ ഒരു ഹൈക്കോടതിയിലെ ആദ്യത്തെ വുമൻ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്, ലൈല സെറ്റ്. ഓപ്ഷൻ ഡി കറക്റ്റ്. ഓപ്ഷൻ ഡി ലൈല സെറ്റ് ആണ് ആദ്യത്തെ ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നിട്ടുള്ള. സുപ്രീം കോടതിയിൽ ഇന്ന് വരെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഒരു വുമൻ വന്നിട്ടുണ്ടോ? ഇല്ല കേട്ടോ, ഇതുവരെയും വന്നിട്ടില്ല. സുപ്രീം കോടതിയിൽ വുമൻ ജഡ്ജസ് വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചീഫ് ജസ്റ്റിസ് വന്നിട്ടില്ല. പ്രൈവറ്റ് ഡിഫൻസസ്. പ്രൈവറ്റ് ഡിഫൻസ് എന്താണ്? ഒരു വാലിഡ് ലീഗൽ ഡിഫൻസ്, ആൻ ഇല്ലീഗൽ ആക്ട്, a tort, a constitutional right. A legal a valid legal defense ആണ്. A valid legal defense ആണ്. അതറിയായിരിക്കുമല്ലോ അല്ലെ? പ്രൈവറ്റ് ഡിഫൻസ് നിങ്ങൾ ക്രൈം പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഒക്കെ അതിലുള്ളൊരു ലീഗൽ ഡിഫൻസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവാം. ക്രൈം ഒക്കെ പഠിച്ചു തുടങ്ങിയവർക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമുക്ക് ക്രൈം, നമ്മളൊരു വ്യക്തിനെ എതിരെ നമ്മൾ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്രിമിനൽ ലൈബിലിറ്റി നമുക്ക് അറേസ് ചെയ്യുമല്ലോ അല്ലെ?
ടോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോർഷ്യസ് ലയബിലിറ്റി ആണ് അറൈസ് ചെയ്യുന്നത്. ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി ആണ് അറൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്രിമിനൽ ലയബിലിറ്റി അറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫൻസസ് നമുക്ക് ആ ലയബിലിറ്റിക്കെതിരെ നമുക്ക് കുറച്ച് ഡിഫൻസ് ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊരു ഡിഫൻസ് ആണ് എന്ത്? പ്രൈവറ്റ് ഡിഫൻസ്. വാലിഡ് ലീഗൽ ഡിഫൻസ് ആണ് പ്രൈവറ്റ് ഡിഫൻസ്. അതേപോലെ മറ്റു കുറെ ഡിഫൻസുകളുണ്ട്. അതായത് ഇപ്പം ഒന്ന് നമുക്ക് ഈ പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതിന് തടയാൻ വേണ്ടി ചെയ്താന്നുള്ള രീതിയിൽ പറയാം. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് പറയാം. പിന്നെ ഇൻസാനിറ്റി ഒരു ഡിഫൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഡോളി ഇൻ കാപ്പാക്സ് എന്ന് പറയും, അറിയായിരിക്കുമല്ലോ. ഡോളി ഇൻ കാപ്പാക്സ് എന്ന് പറഞ്ഞാൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ക്രൈം ചെയ്യാൻ പറ്റില്ല എന്ന് ആയിരിക്കും കണക്കാക്കുന്നത്. അതുകൊണ്ട് അവർ എന്തെങ്കിലും ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും അവർക്ക് ആ ലയബിലിറ്റി അറൈസ് ചെയ്യത്തില്ല. അപ്പൊ ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള ലീഗൽ ഡിഫൻസുകളാണ്. അപ്പൊ ക്രൈം പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് പഠിക്കും. നെക്സ്റ്റ്, ആക്സിഡന്റ് ആസ് എ ഡിഫൻസ് ഫോൾസ് അണ്ടർ. ആക്സിഡന്റ് ഒരു ഡിഫൻസ് ആയിട്ട് എന്തിന്റെ അണ്ടറിലാണ് ഫോളോ ചെയ്യുന്നത്? ജനറൽ എക്സെപ്ഷൻസിന്റെ അണ്ടറിലാണ് കേട്ടോ. അതായത് ക്രൈമിൽ നമുക്ക്, ഞാൻ ഇപ്പൊ തന്നെ ഓൾറെഡി പറഞ്ഞില്ലേ, ക്രൈമിൽ നമുക്ക് കുറെ ജനറൽ എക്സെപ്ഷൻ ഉണ്ടെന്ന്. അങ്ങനത്തെ കുറെ എക്സെപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഡിഫൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ജനറൽ എക്സെപ്ഷന് പെടുന്ന ഒന്നാണ് എന്ത്? ആക്സിഡന്റ് എന്ന് പറയുന്നത്. അതായത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ആക്സിഡന്റ്, ഇൻസാനിറ്റി, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡോളി ഇൻ കാപ്പാക്സ്, അതായത് കുട്ടികളുടെ കാര്യം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഈ ഡ്രങ്ക്നെസ് വരും. ഡ്രങ്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്താൽ അവർക്ക് അറൈസ് ചെയ്യില്ല എന്ന് വിചാരിക്കരുതും. മദ്യപാനത്തിനും കുറെ കാര്യങ്ങളുണ്ട്. ഈ ഡ്രങ്ക്നെസ് എന്ന് പറയുമ്പോൾ അത് ഇൻവോളണ്ടറി ആയിട്ട് കൺസ്യൂം ചെയ്തായിരിക്കണം. അതായത് ബലപ്രയോഗത്തിലൂടെ ആരെങ്കിലും ഒരാളെ മദ്യപിച്ചു, ആ മദ്യപിക്കപ്പെട്ട വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അയ്യോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാത്ത രീതിയിലുള്ള വെളിവ് നഷ്ടപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും കുറ്റം ചെയ്താൽ മാത്രമേ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവാതിരിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പറയാം ഓക്കെ ഡ്രങ്ക്നെസ് ജനറൽ എക്സെപ്ഷനിൽ പെടുന്നതാണ് ക്രൈമിന്റെ, അതുകൊണ്ട് അതൊരു ഡിഫൻസ് ആണ് എന്ന് വിചാരിക്കലും. ഡ്രങ്ക്നെസ്സിന് അതും കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്? ഇൻവോളണ്ടറി കൺസെപ്ഷൻ ആയിരിക്കണം. ആ ഇൻവോളണ്ടറി കൺസെപ്ഷന് ശേഷം ആ വ്യക്തിക്ക് അവിടെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിയമത്തിന് വിരുദ്ധമായിട്ട് അയാളുടെ പ്രവർത്തികൾ ആണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ആ വ്യക്തി എത്തുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് അതൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വാസ്റ്റ് ഏരിയ ആണ്. കുറെ കാര്യങ്ങൾ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും വലിയൊരു വാസ്റ്റ് ഏരിയ പ്രൈവറ്റ് ഡിഫൻസിനകത്ത് തന്നെ വരും, ഈ ജനറൽ എക്സെപ്ഷൻസിനകത്ത്. അപ്പം ആക്സിഡന്റും എന്താണ്? ഒരു ഡിഫൻസ് ആണ് നമ്മുടെ ജനറൽ എക്സെപ്ഷനകത്തുള്ള. ക്രൈമിനകത്ത് ഒരു ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട് കുറെ. ആ ജനറൽ എക്സെപ്ഷനിൽ പെടുന്ന ഒരു ഡിഫൻസ് ആണ് എന്ത്? ആക്സിഡന്റ് എന്നും പറയുന്നു. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? അൺഫോർസിയബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. നമ്മൾ വിചാരിക്കത്തില്ല, അതായത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതൊരു ആക്സിഡന്റ് ആയിട്ട് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കാതെ പെട്ടെന്ന് ഒരു കാര്യം നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു, അത് സംഭവിച്ചു പോയി കഴിഞ്ഞപ്പോൾ അതിനെ നമുക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞ് ഡിഫൻസ് എടുക്കാൻ പറ്റും. ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. ഓക്കെ, ഫോർജറി ഈസ് ക്ലാസിഫൈഡ് ആസ്. ഫോർജറി എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഫോർജറി ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് കേട്ടോ. ഫോർജറി എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഫോർജറി എന്താന്ന് അറിയോ? എനിബഡി? ആർക്കേലും അറിയോ? നോ റെസ്പോൺസ്. അറിയില്ല? കേൾക്കുന്നുണ്ടോ നിങ്ങള്? അത് ഞാൻ വെറുതെ പറയുവാണോ? കേൾക്കുന്നില്ലേ? എന്താ ഇല്ലാന്ന് ഉദ്ദേശിച്ച? ഫോർജറി അറിയില്ല എന്നാണോ? ഓക്കെ 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 ഓക്കെ. ഓക്കെ. ഫോർജറി എന്ന് പറഞ്ഞ ആളുകളും മറ്റേ ഈ ഫേക്ക് ആയിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കത്തില്ലേ ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്.
അതായത് അവരെ കബളിപ്പിക്കാൻ എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ട് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഫോർജറി എന്ന് പറയുന്നത്. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മിസ്ചീഫ് എന്താണ്? മിസ്ചീഫ് അറിയായിരിക്കുമല്ലോ. മിസ്ചീഫ് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. മിസ്ചീഫും ഒരു ക്രിമിനൽ ഒഫൻസിൽ പെടുന്ന കാര്യമാണ്, അല്ലാതെ സിവിലോ കോൺസ്റ്റിറ്റ്യൂഷനിലോ അങ്ങനത്തെ ഒന്നുമല്ല. അതും ഒരു പ്യോർ ക്രിമിനൽ ഒഫൻസ് ആണ് മിസ്ചീഫും. നെക്സ്റ്റ് ഇസ് എ വാലിഡ് ഓഫർ ഇൻ കോൺട്രാക്ട് ലോ ഇസ് എ വാലിഡ് ഓഫർ ഇൻ കോൺട്രാക്ട് ലോ ഇസ് ഒരു കോൺട്രാക്ട് ലോയിൽ വാലിഡ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ബൈൻഡിങ് ആണ് കേട്ടോ. യെസ്, ബി. ഒരു വാലിഡ് ഓഫർ കോൺട്രാക്ട് ലോയിൽ ബൈൻഡിങ് ആണ്. നെക്സ്റ്റ്, എ കൗണ്ടർ ഓഫർ റിസൾട്ട്സ്. കൗണ്ടർ ഓഫർ എന്തിനാണ് റിസൾട്ട് ചെയ്യുന്നത്? കൗണ്ടർ ഓഫർ ക്യാൻസലേഷൻ ഓഫ് ഒറിജിനൽ ഓഫർ. ഒരു ഓഫറിന് മേൽ ഒരു കൗണ്ടർ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ഓഫറിന്റെ ക്യാൻസലേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഞാനിപ്പോ ഒരു ഓഫർ വെക്കുക, 500 രൂപയ്ക്ക് എന്റെ സാധനം നിനക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നിന്ന് തിരിച്ചൊരു ഓഫർ പറ്റുക, ഞാൻ വേണമെങ്കിൽ ഒരു 150 രൂപയ്ക്ക് വാങ്ങാം എന്നുള്ള ഒരു രീതിയിൽ മറ്റൊരു കൗണ്ടർ ഓഫർ വരിക. അപ്പൊ ഈ കൗണ്ടർ ഓഫർ വരുന്ന സമയത്ത് ഒറിജിനൽ ഓഫർ എന്താണ്? അവിടെ ക്യാൻസൽ ആയി പോവുകയാണ്. അതായത് 500 രൂപയ്ക്ക് ആ സാധനം വാങ്ങാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നൽകാം എന്നുള്ളൊരു ഓഫർ ഉണ്ടല്ലോ, ആ ഓഫർ എന്താണ്? ക്യാൻസൽ ആയി പോവുകയാണ്. അപ്പൊ ഞാൻ 500 രൂപയ്ക്ക് വേണമെങ്കിൽ ഈ സാധനം നിനക്ക് വിൽക്കാം എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ വെച്ചു. ഇവിടെ മറ്റേ ആള് പറയാം ഞാൻ വേണമെങ്കിൽ ഒരു 150 രൂപയ്ക്ക് ഈ സാധനം വാങ്ങാം. അപ്പം ഇയാൾ ഈ ഓഫർ വെക്കുന്ന സമയത്ത് ആദ്യം വെച്ചിരുന്ന ഒറിജിനൽ ഓഫർ എന്താണ്? ക്യാൻസൽ ആയി പോവുകയാണ്. ഓക്കെ. സ്ട്രൈക്ക് ആൻഡ് ലോക്ക്ഔട്ട് ആർ ഗവേൺഡ് ബൈ. അതായത് സ്ട്രൈക്കും ലോക്ക്ഔട്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ സ്ട്രൈക്കും ലോക്ക്ഔട്ട്സും ഒക്കെ ഗവേൺ ചെയ്യുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണ്. ഇപ്പൊ സ്ട്രൈക്കും ലോക്ക്ഔട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഗവേൺ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണ്. സ്ട്രൈക്സ് ആൻഡ് ലോക്ക്ഔട്ട്സ് ആർ ഗവേൺഡ് ബൈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. നോട്ട് ചെയ്തോണേ. ദ പ്രീകോഷണറി പ്രിൻസിപ്പിൾ ഇസ് പാർട്ട് ഓഫ്. പ്രീകോഷണറി പ്രിൻസിപ്പിൾ എന്തിന്റെ പാർട്ടാണ്? എന്ത് കൈൻഡ് ഓഫ് ലോ? ക്രിമിനൽ ലോ, കോൺട്രാക്ട് ലോ, ടോർട്ട് ലോ, എൻവയോൺമെന്റ് ലോ? ഏത് ലോയുടെ ഭാഗമാണ് പ്രീകോഷണറി പ്രിൻസിപ്പിൾ എന്നറിയാമോ? അത് എൻവയോൺമെന്റൽ ലോയുടെ ആണ്. പരിസ്ഥിതി നിയമത്തിന്റെ, എൻവയോൺമെന്റൽ ലോയുടെ ഭാഗമായി വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രീകോഷണറി പ്രിൻസിപ്പിൾ. ഓക്കെ, അത് നോട്ട് ചെയ്തോണേ. പിന്നീട് ദ മാക്സിം ക്യു ഫാസിറ്റ് പെർ ആലിയം ഫാക്സിറ്റ് പെർ സെ എന്തിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? അത് വൈക്കാരിയസ് ലയബിലിറ്റിയെ റിലേറ്റ് ചെയ്യുന്നതാണ്. ക്യു ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സെ റിലേറ്റ്സ് ടു ദ വൈക്കാരിയസ് ലയബിലിറ്റി. അറിയാലോ അല്ലെ? ടോർട്ടിലും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ വൈക്കാരിയസ് ലയബിലിറ്റി, സ്ട്രിക്റ്റ് ലയബിലിറ്റി, അബ്സല്യൂട്ട് ലയബിലിറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലയബിലിറ്റീസ് പഠിച്ചിട്ടുണ്ടോ? യെസ്. അപ്പൊ വൈക്കാരിയസ് ലയബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിം ആണിത്. നെക്സ്റ്റ്, എക്സംപ്ലറി ഡാമേജസ് ആർ. എക്സംപ്ലറി ഡാമേജസ് എന്താണ്? പ്യൂണിറ്റീവ് ആണ്. എക്സംപ്ലറി ഡാമേജസ് ആർ പ്യൂണിറ്റീവ്. ഓക്കെ, അത് നോട്ട് ചെയ്യണം. എക്സംപ്ലറി ഡാമേജസ് പ്യൂണിറ്റീവ് ആണ്. നെക്സ്റ്റ്, റൈറ്റ് ടു വോട്ട് ഇൻ ഇന്ത്യ. റൈറ്റ് ടു വോട്ട്. ഇന്നിപ്പോ അതേ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു, വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ? ചെയ്തില്ല? യെസ്, വോട്ട് ചെയ്തു. അപ്പൊ റൈറ്റ് ടു വോട്ട് ഇന്ത്യയിൽ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, നാച്ചുറൽ റൈറ്റ് ആണോ, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് കേട്ടോ. അതായത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഓർ ലീഗൽ റൈറ്റ് രണ്ടും പറയാം നമുക്ക്. റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് എന്നാണ്, രണ്ടും നമുക്ക് പറയാം. ഓക്കെ. നെക്സ്റ്റ്,
The Representation of the People Act 1951 deals with. എന്തിനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്? The Representative of the People's Act. ഇത് അറിയണമല്ലോ, അറിയാൻ സാധ്യത ഉണ്ടാവണമല്ലോ. The Representation of the People's Act 1951 deals with elections ആണ്. അത് ഇപ്പൊ election കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ആക്ട് എന്താണ് ഡീൽ ചെയ്യുന്നത്? നമ്മുടെ എലക്ഷൻസിനെയാണ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ്, an agreement is agreement is not always enforceable. അല്ലേ? എഗ്രിമെന്റ് എപ്പോഴും എൻഫോഴ്സിബിൾ ആവണോ? ആവണമെന്നില്ല അല്ലെ. ആൻഡ് എഗ്രിമെന്റ് വിച്ച് ഇസ് ഇൻഫോഴ്സിബിൾ ഇസ് a contract. അല്ലെ? ഒരു എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് എന്താണ്? ഒരു കോൺട്രാക്ട് ആണ്. പക്ഷെ എല്ലാ എഗ്രിമെന്റും എൻഫോഴ്സിബിൾ ആവില്ല അല്ലെ? എൻഫോഴ്സിബിൾ ആയിരിക്കില്ലായിരിക്കും അല്ലെ? ഏതാണ്? കുറെ എൻഫോഴ്സിബിൾ അല്ലാത്ത എഗ്രിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്താണ് ഒരു എഗ്രിമെന്റ് വരെ ആവേണ്ട കുറെ കണ്ടീഷൻസ് ഉണ്ടല്ലോ, കൺസിഡറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് മേ ബി എന്താണ് കൺസിഡറേഷൻസ് ഒക്കെ മേ ബി ഇല്ലീഗൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് അത് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള എഗ്രിമെന്റ് ആയിരിക്കില്ല. അപ്പൊ എൻഫോഴ്സിബിൾ ആയിട്ടല്ലാത്ത എഗ്രിമെന്റ് ആയതുകൊണ്ട് എന്താണത് സ്വാഭാവികമായിട്ടൊരു കോൺട്രാക്റ്റും ആവില്ല. ഒരു എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? അതൊരു കോൺട്രാക്റ്റ് ആയിരിക്കും. എൻഫോഴ്സിബിൾ അല്ലാത്ത എഗ്രിമെന്റ് ആണെങ്കിൽ അതൊരിക്കലും ഒരു കോൺട്രാക്റ്റ് ആവില്ല. അപ്പം എഗ്രിമെന്റ്സ് ഈസ് നോട്ട് ഓൾവേസ് എൻഫോഴ്സിബിൾ. ഓക്കെ, ക്ലിയർ അല്ലേ? Next, a contract is always by. കാര്യം എഗ്രിമെന്റ് ചിലപ്പോ എപ്പോഴും എൻഫോഴ്സിബിൾ ആവണമെന്ന് വരില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചോ. അതായത് കഞ്ചാവിന്റെ മേലുള്ള കച്ചവടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ മേലല്ലേ എന്താ ഒരു കോൺട്രാക്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന കോൺട്രാക്ട് ഒക്കെ എൻഫോഴ്സിബിൾ അല്ല. അപ്പം എൻഫോഴ്സിബിൾ ആയിട്ട് വരുന്ന എഗ്രിമെന്റ്സ് ആണ് എന്ത് കോൺട്രാക്ട് ആവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ കോൺട്രാക്ട്സും എൻഫോഴ്സിബിൾ ബൈ ലോ ആണല്ലോ അല്ലെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതായത് എഗ്രിമെന്റ്സ് എല്ലാം എൻഫോഴ്സിബിൾ ആവണമെന്നില്ല. പക്ഷെ വൺസ് എഗ്രിമെന്റ് ഇസ് എൻഫോഴ്സിബിൾ ദെൻ ഇറ്റ് ഇസ് എ കോൺട്രാക്ട്. അപ്പൊ എന്താണ്? a contract is always enforceable by law. അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡറേഷൻ ഇൻ എ കോൺട്രാക്ട് ഇസ്. ഒരു കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ എന്താണ്? എസെൻഷ്യൽ ആണ് അല്ലെ? അല്ലെ? നമുക്കറിയാലോ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ വേണ്ട കുറെ എസെൻഷ്യൽ കാര്യങ്ങളുണ്ട്. എന്താണ്? ഓഫർ അല്ലെ, പിന്നെ അക്സെപ്റ്റൻസ്, പിന്നെ കൺസിഡറേഷൻ, പിന്നെ ഒരു എഗ്രിമെന്റ്, പിന്നെ അത് എൻഫോഴ്സിബിലിറ്റി, പിന്നീടാണത് എന്ത് ഒരു കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. അപ്പം ഒരു കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എസെൻഷ്യൽ പാർട്ട് തന്നെയാണ്. കൺസിഡറേഷൻ ഇൻ എ കോൺട്രാക്ട് ഈസ് എസെൻഷ്യൽ. നെക്സ്റ്റ്, ദ പ്രൈമറി എയിം ഓഫ് DPSP. DPSPയുടെ പ്രൈമറി എയിം എന്താ? ഇത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒന്ന് പറഞ്ഞേ, അറിയോ? The primary aim of DPSP is. അതിന്റെ നിങ്ങൾ അറിയേണ്ടതാണ്. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അറിയാലോ, നമ്മുടെ ഓരോ വ്യക്തിയുടെയും റൈറ്റ് എൻഫോഴ്സ്മെന്റ്. യെസ്, വെൽഫെയർ ഓഫ് സ്റ്റേറ്റ്, അത്രേ ഉള്ളൂ. DPSP പ്രൈമറിലി എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? സ്റ്റേറ്റ് വെൽഫെയർ. പക്ഷെ അത് എൻഫോഴ്സിബിൾ ആണോ? അല്ല. അതായത് DPSPയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളെ കുറിച്ചും നമുക്ക് വേണമെങ്കിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളെ കുറിച്ചാണ്. പക്ഷെ അതിങ്ങനെ മാൻഡേറ്ററി അല്ല. ആ DPSPയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വേണം എന്നുള്ള മാൻഡേറ്ററി അല്ല. അത് നമ്മുടെ സ്റ്റേറ്റ് വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് DPSPയിൽ നിന്ന് കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് പ്രത്യേകം നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ സ്റ്റേറ്റ് വെൽഫെയറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റില് ഇനി നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കുറച്ചല്ലാത്ത കാര്യങ്ങളാണ്, ഇൻഫോർമേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം.
അതായത് വുമൻ ഇൻ ജുഡീഷ്യറിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടാണ്. അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൻ ജഡ്ജസ് മാർച്ച് 10. അതായത് വുമൻ ജഡ്ജസിന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ ഡേ എന്നാണ്, മാർച്ച് 10-നാണ്. പിന്നെ ഫസ്റ്റ് വുമൻ ജഡ്ജ്, അതായത് വേൾഡിലെ തന്നെ ആദ്യത്തെ വുമൻ ജഡ്ജാണ് സബീഹ സെർട്ടൽ. അത് തെറ്റിപ്പോലെ. ഫസ്റ്റ് വുമൻ ജഡ്ജ് ടർക്കിയിലായിരുന്നു 1930-ല്, സബീഹ സെർട്ടൽ. ഇൻ ദ വേൾഡ്, ഫസ്റ്റ് വുമൻ ജഡ്ജ് ഇൻ ദ വേൾഡ് അത് എവിടെയാണ്? ടർക്കിയിലാണ്, 1930-ലാണ്. സബീഹ സെർട്ടൽ എന്നാണ് പേര്. പിന്നീട് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് വുമൻ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ സുപ്രീം കോർട്ടിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് അത് ഏതാണ്? ഫാത്തിമ ബീവി ആണ്, 1989. അപ്പം ലോകത്തിലെ ആദ്യത്തെ വുമൻ ജഡ്ജ് സബീഹ സെർട്ടൽ, സുപ്രീം കോർട്ടിലെ ആദ്യത്തെ വുമൻ ജഡ്ജ് ഫാത്തിമ ബീവി. ഫസ്റ്റ് വുമൻ ജഡ്ജ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വുമൻ ജഡ്ജ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വുമൻ ജഡ്ജ് അന്ന ചാണ്ടിയാണ്, 1937. ട്രാവൻകൂർ മുൻസിഫ് കോർട്ട്, ലേറ്റർ ഹൈക്കോർട്ട്. അതായത് ഹൈക്കോർട്ടായി, പിന്നീട് 1959-ൽ അത് ഹൈക്കോർട്ടായി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വുമൺ ജഡ്ജ് അന്ന ചാണ്ടിയാണ്. 1937-ലാണ് അന്ന ചാണ്ടി ആയത്. അത് എവിടെയാണ്? ട്രാവൻകൂർ മുൻസിഫ് കോർട്ടിലാണ് അന്ന ചാണ്ടി ആദ്യത്തെ വുമൺ ജഡ്ജായിട്ട് വന്ന, 1937-ല്. പിന്നീട് ലേറ്റർ അതെന്താണ്? ഹൈക്കോർട്ടായി മാറി. അത് 1959-ലാണ്. പിന്നെ അതിനുശേഷം, അതിനൊക്കെ കാലങ്ങളോളം ശേഷമാണ് എന്ത്? ഫാത്തിമ ബീവി സുപ്രീം കോർട്ടിലെ ആദ്യത്തെ വനിതാ ജഡ്ജായി മാറി. അപ്പം ഇപ്പൊ ഹൈക്കോർട്ട് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അന്ന ചാണ്ടി, അത് 1959-ലാണ് ഹൈക്കോർട്ട് ആയത്. അതിനു മുമ്പ് തന്നെ അന്ന ചാണ്ടി വുമൺ ജഡ്ജാണ്. അന്ന് ആ സമയത്ത് അത് ഹൈക്കോർട്ട് അല്ലായിരുന്നു, അന്ന് അത് എന്തായിരുന്നു? ട്രാവൻകൂർ മുൻസിഫ് കോർട്ടായിരുന്നു. അത് 1937-ലായിരുന്നു. ഓക്കെ. പിന്നെ ആദ്യത്തെ വുമൻ ചീഫ് ജസ്റ്റിസ് ആയത് ലൈല സെത്ത് ആണ്. ഹിമാചൽ പ്രദേശിലെ ഹൈക്കോർട്ടിലായിരുന്നു. അപ്പൊ കൺഫ്യൂസ്ഡ് ആയി തെറ്റിപ്പോയതും, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വുമൻ ജഡ്ജ് ആരായിരുന്നു? അന്ന ചാണ്ടി ആയിരുന്നു. പിന്നെ സുപ്രീം കോർട്ടിലെ ആദ്യത്തെ വുമൻ ജഡ്ജ് ആരായിരുന്നു? ഫാത്തിമ ബീവി ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ ഒരു ഹൈക്കോടതിയില് ആദ്യമായി ഒരു വുമൻ ചീഫ് ജസ്റ്റിസ് ഉണ്ടായത് ഹിമാചൽ പ്രദേശ് ഹൈക്കോർട്ടിലായിരുന്നു. ആ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ലൈല സെത്ത് ആയിരുന്നു. പിന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ വുമൻ ജഡ്ജ് ടർക്കിയിലായിരുന്നു, സബീഹ സെർട്ടൽ ആയിരുന്നു. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമുക്ക് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റില് ജസ്റ്റ് ഒരു കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. നമുക്കിപ്പൊ ക്ലീല് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു പോകുന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈവൻ നിങ്ങളുടെ ലോ ലൈഫിൽ പോലും, ഇപ്പൊ നിങ്ങൾ LLB-ൽ പഠിക്കാൻ കയറിയ പോലും ഏറ്റവും കൂടുതൽ തുടക്കം തൊട്ട് പിന്നീടുള്ള കാലങ്ങളെല്ലാം പഠിക്കാനും കേൾക്കാനും പല, ഇപ്പൊ നിങ്ങൾ മൂട്ട് അങ്ങനത്തെ കോമ്പറ്റീഷൻസിനൊക്കെ പോവാണെങ്കിൽ പോലും കൂടുതലും റെഫർ ചെയ്യുന്ന ഒരു കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു ഇമ്പോർട്ടന്റ് കേസുമാണ്. അപ്പൊ അതിലെ കുറച്ച് ഫാക്ടും ഇഷ്യൂവും ജഡ്ജ്മെന്റും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? Swami Kesavananda challenged Kerala land reform laws that affected the Mutt's property. He also challenged the 24th, 25th and 29th constitutional amendments issue where the parliament can amend fundamental rights. ഇപ്പൊ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ്? ഇഷ്യൂ നമ്മൾ നോട്ട് ചെയ്യണം. Can parliament amend any part of the constitution without limitation? അപ്പൊ അതിലാണ് എന്ത് പറഞ്ഞത്? ജഡ്ജ്മെന്റ് എന്തായിരുന്നു അതിലെ? Parliament can amend the constitution but cannot alter the basic structure. അല്ലെ? അപ്പൊ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സിഗ്നേച്ചർ കേസായി മാറിയത്? അതിലെ ഇഷ്യൂവും അതിലെ ജഡ്ജ്മെന്റും തന്നെയാണ്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വെദർ ദ പാർലമെന്റ് ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോഴത്തേക്ക് അവിടെ വന്ന ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റും. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ. അതോടൊപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സും അമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്? ഒരിക്കലും ബേസിക് സ്ട്രക്ചറിനെ
ഓൾട്ടർ ചെയ്യാൻ പാടില്ല. അപ്പം ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാര്യം നമുക്ക് പിന്നീടുള്ള കേസുകളിലെല്ലാം എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെ പറ്റിയും പല കാര്യങ്ങൾ പിന്നീടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആദ്യം ഈ കേശവാനന്ദ ഭാരതിയുടെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ അവർ എന്താന്ന് സ്പെസിഫൈ ചെയ്തിരുന്നില്ല. എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തിരുന്നില്ല. അപ്പൊ പിന്നീട് കുറെ കേസുകളിലായിട്ട് സുപ്രീം കോടതി പറഞ്ഞു പോയി ഇത് ബേസിക് സ്ട്രക്ചർ ആണ്, ഇതിനെ ഓൾട്ടർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ആദ്യമായി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ്. ഈ കേസിൽ തന്നെയാണ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗവും നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും, ഫണ്ടമെന്റൽ റൈറ്റ്സും അമെൻഡ് ചെയ്യാൻ പറ്റും, അതിലൊരു പ്രശ്നവുമില്ലെന്നുള്ള കാര്യം. ഓക്കെ, പിന്നീട് നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ മിനർവ മിൽസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻ പാർലമെന്റ് ഹാവ് അൺലിമിറ്റഡ് അമെൻഡിങ് പവർ? പാർലമെന്റിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള അമെൻഡിങ് പവർ ഉണ്ടോ എന്നായിരുന്നു ഇഷ്യൂ. ഇതിലെ ജഡ്ജ്മെന്റ് എന്തായിരുന്നു, സ്ട്രക്ക് ഡൗൺ പ്രൊവിഷൻസ് ദാറ്റ് എക്സ്ക്ലൂഡഡ് ജുഡീഷ്യൽ റിവ്യൂ ഹാഡ് ലിമിറ്റഡ് അമെൻഡിങ് പവർ ഈസ് ഈക്വൽ ടു ബേസിക് സ്ട്രക്ചർ. അതായത് പാർലമെന്റിനും ഒരു ലിമിറ്റഡ് അമെൻഡിങ് പവറേ ഉള്ളൂ, എന്താണ് ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ബേസിക് എന്താണ് ഇവിടെ അത് തന്നെയാണ് പറഞ്ഞു പോയിട്ടിരിക്കുന്നത്. ലിമിറ്റഡ് അമെൻഡിങ് പവറേ ഉള്ളൂ, ബേസിക് സ്ട്രക്ചറിനെ ഈക്വൽ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ വേണം എന്നുള്ളൊരു കാര്യമാണ് മിനർവ മിൽസിലും പറഞ്ഞു പോയിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ നോട്ട് ചെയ്ത എന്താന്ന് വെച്ചാൽ ഇവിടെയാണ് എന്ത് പറഞ്ഞു പോയതേക്കുന്നത്, ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും DPSPയുടെയും ഇടയിലുള്ള ഒരു ബാലൻസിനെ പറ്റി പറഞ്ഞു പോയിട്ടിരിക്കുന്ന കേസ് ഇതാണ്. ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനും DPSPന്റെയും ഇടയിലുള്ള ബാലൻസിനെ പറ്റി പറഞ്ഞു പോയിട്ടിരിക്കുന്ന കേസ് ഏതാന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. അതാണ് എന്ത്, മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ജസ്റ്റിസ് KS പുട്ടസ്വാമിയുടെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, പ്രൈവസി, റൈറ്റ് ടു പ്രൈവസിയെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 അണ്ടറിൽ കൊണ്ടുവന്ന കേസാണ്. എന്താണ് റൈറ്റ് ടു പ്രൈവസി. നമുക്ക് എല്ലാവർക്കും പ്രൈവസി ഉണ്ട്. ആ റൈറ്റ് ടു പ്രൈവസി നമ്മുടെ എല്ലാവരുടെയും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നും അത് ആർട്ടിക്കിൾ 21 ഭാഗമാണെന്നും പറഞ്ഞിരിക്കുന്ന കേസാണ് എന്ത്, പുട്ടസ്വാമിയുടെ കേസ്. അത് എല്ലാ കാര്യത്തിലും ഉള്ള പ്രൈവസി, ഇൻഫോർമേഷണൽ, ബോഡിലി പ്ലസ് ഡിസിഷണൽ പ്രൈവസി. അത് ഓർത്തോണേ, ഏതൊക്കെ പ്രൈവസിയാണ്, ഇൻഫോർമേഷണൽ പ്രൈവസി, ബോഡിലി പ്രൈവസി ആൻഡ് ഡിസിഷണൽ പ്രൈവസി. അപ്പം ഈ കേസിൽ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് അത് ആ പാർട്ടാണ്. നെക്സ്റ്റ് രാജ്നാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. ഇതും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, എവിടെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ടു നോ ഇസ് പാർട്ട് ഓഫ് ഫ്രീഡം. അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ നമ്മുടെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത കേസാണ് രാജ്നാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ, അതായത് നമുക്ക് എന്തിനെങ്കിലും ഉള്ള ഒരു ഇൻഫോർമേഷൻ ലഭിക്കാനുള്ള അവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തതും രാജ്നാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയിലാണ്. അത് എന്തിന്റെ പാർട്ടായിട്ടാണ് വന്നത്, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടാണ് വന്നത്. എന്താണ്, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ, അതിന്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് എന്ത്, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ. അപ്പം ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടാണ് എന്ത്, റൈറ്റ് ടു ഇൻഫർമേഷനും വന്നിട്ടുള്ളത്. പിന്നെ ജോസഫ് ഷൈന്റെ കേസ് എന്താണ്, അഡൾട്ടറി എന്താണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എന്താണ് ഈ അഡൾട്ടറി ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടായിരുന്നു, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കി മാറ്റി. അഡൾട്ടറി ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരുന്നു, പിന്നീട് അങ്ങനെ ഒരു നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വിധിച്ചു. അത് ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയുടെയും ആർട്ടിക്കിൾ 21 ഡിഗ്നിറ്റിയുടെയും വയലേഷൻ ആണ്. സോ അഡൾട്ടറി എന്ന് പറയുന്ന ഒരു കാര്യം ഡീക്രിമിനലൈസ് ചെയ്തു. എന്താണ്, ഇൻഡിവിജ്വൽ ഓട്ടോണമീനെ ഫോക്കസ് ചെയ്തോട്ടാണ് അത് ഡീക്രിമിനലൈസ് ചെയ്തത്. ക്ലിയർ ആണോ? എന്താണ്, ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയുടെയും ആർട്ടിക്കിൾ 21 ഡിഗ്നിറ്റിയുടെയും വയലേഷൻ ആണ്. സോ അഡൾട്ടറി ലോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അതുകൊണ്ട് അഡൾട്ടറിനെ ഡീക്രിമിനലൈസ് ചെയ്തു. നേരത്തെ എന്തായിരുന്നു, അഡൾട്ടറി ക്രിമിനൽ കുറ്റമായിരുന്നു, പിന്നീട് അഡൾട്ടറിനെ ഡീക്രിമിനലൈസ് ചെയ്തു. മനസ്സിലായോ?
അതായത് അഡൾട്ടറി ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു. അഡൾട്ടറി ലോ, അതായത് അഡൾട്ടറി ലോ കോൺസ്റ്റിറ്റ്യൂഷനിലായിരുന്നു. പിന്നീട് എന്താക്കി, അഡൾട്ടറിനെ ഡീക്രിമിനലൈസ് ചെയ്തു. അഡൾട്ടറി ലോ എന്താണ്, അൺകോൺസ്റ്റിറ്റ്യൂഷനും ആക്കി വിധിച്ചു. അപ്പൊ അതാണ് ജോസഫ് ഷൈന്റെ കേസിൽ വന്നിട്ടുള്ള. പിന്നെ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിലാണ് എന്ത്, ശബരിമല കേസ് അല്ലെ. 10 മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾക്ക് ശബരിമല അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമത്തിനെതിരെ, ആ ഒരു നിയമവ്യവസ്ഥക്കെതിരെ നടത്തിയിട്ടുള്ള കേസ് അല്ലെങ്കിൽ ആ ഒരു പോരാട്ടമായിരുന്നു എന്ത്, ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് നോട്ട് ചെയ്ത് വെച്ചോണേ. പിന്നെ നമ്മുടെ കേരളത്തിൽ നടന്ന തന്നെ ഒരു ഭയങ്കര ഒരു ഇപ്പം റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ഒരു കേസാണ് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് എന്താണ്, ഈ ഒരു ബാൻ ഉണ്ടായിരുന്നല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള, ആ ബാൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വിധിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇതിലെ ജഡ്ജ്മെന്റ്. ആ ഒരു ബാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ആ ബാൻ അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഒരു ഇക്വാലിറ്റീനെയും അതേപോലെ മറ്റ് റൈറ്റുകളെയും ബാധിക്കുന്ന രീതിയിൽ, ഇക്വാലിറ്റീനെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്വാലിറ്റീനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണ്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വിധിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച ഒരു കേസും കൂടിയായിരുന്നു ഈ കേസ്. ഇപ്പൊ നോട്ട് ചെയ്തോണെ. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതും ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കേസാണ്, മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിലാണ് എന്ത്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന് പറഞ്ഞൊരു കാര്യം, ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നോട്ട് ചെയ്തോണം. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ, അതായത് എന്തൊരു കാര്യവും വിധിക്കുന്ന സമയത്ത് ജസ്റ്റ് നിയമത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നിയമം എന്തായിരിക്കണം, ഫെയർ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, റീസണബിളും ആയിരിക്കണം. അതായത് ഒരു പ്രൊസീജിയർ നിയമത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നാൽ പോലും ആ പ്രൊസീജിയർ എന്തായിരിക്കണം, ഫെയറും ജസ്റ്റും റീസണബിളും ആയിരിക്കണം. അല്ലാതെ മറ്റു രീതിയിൽ ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ തകർക്കുന്ന രീതിയിലും ഒന്നും ഉള്ള ഒരു നിയമം ആയിരിക്കാൻ പാടില്ല. ആ നിയമം ഫെയറും ജസ്റ്റും റീസണബിളും ആയിരിക്കണം എന്ന് പറഞ്ഞു പോയിട്ടുള്ള, അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആൻഡ് ദ പ്രൊസീജിയർ മസ്റ്റ് ബി ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്താണ്. ഈ കേസിൽ തന്നെ ഇമ്പോർട്ടന്റ് കാര്യം ഈ ഒരു ഫാക്ടറാണ്. പിന്നെന്താണ്, കുറച്ചുകൂടെ ആർട്ടിക്കിൾ 21 ഒരു മാസീവ് എക്സ്പാൻഷൻ കൊണ്ടുവന്നതും ഈ കേസാണ്. ആർട്ടിക്കിൾ 21 കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത കേസും ഇത് തന്നെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു കാര്യം, അതായത് ആർട്ടിക്കിൾ 14-നെയും 19-നെയും 21-നെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ എന്നുള്ളൊരു പുതിയൊരു പ്രിൻസിപ്പിളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും എന്തിലായിരുന്നു, മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കേസ്. മേനകാ ഗാന്ധിയിൽ എന്താണ്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ആ പ്രൊസീജിയർ എന്താവണം, ഫെയറും ജസ്റ്റും റീസണബിളും ആയിരിക്കണം. ഇന്ത്യൻ യങ് ലോയേഴ്സിന്റെ കേസ് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തത് ശബരിമല കേസ്, അത് എല്ലാവർക്കും അറിയായിരിക്കും. ജോസഫ് ഷൈന്റെ കേസ് എന്താണ്, അഡൾട്ടറി എന്ന് പറഞ്ഞൊരു കാര്യം ഡീക്രിമിനലൈസ് ചെയ്ത് അഡൾട്ടറി ലോയെ അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വിധിക്കുകയും ചെയ്തു. പിന്നെ രാജ്നാരായണന്റെ കേസിലാണ് എന്ത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് എവിടെയാണ് വരുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയില്. കുട്ടിസ്വാമിയുടെ കേസ് എന്താണെന്ന് അറിയാലോ, റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. മിനർവ മിൽസിന്റെ കേസിലും എന്താണ്, സെയിം തന്നെ പറഞ്ഞേക്കുന്നത്, പാർലമെന്റിന് അമെൻഡിങ് പവറിൽ അൺലിമിറ്റഡ് അല്ല, ബേസിക് സ്ട്രക്ചറിനെ മാറാത്ത രീതിയിലായിരിക്കണം. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള ഒരു ബാലൻസും പറഞ്ഞു പോയത് ആ കേസാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് കേശവാനന്ദ ഭാരതി, അതിലാണ് എന്ത്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനും ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് കേസ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 75 സ്ലൈഡ്സോളം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് മിസ്സായിട്ടുള്ളവര് കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡഡ് ക്ലാസ് നോക്കുക. അപ്പൊ അതിന്റെ റെസ്റ്റ് ഓഫ് ദ സാധനങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഇനിയും ഫർദർ വേറെ ക്ലാസ്സസുമായിട്ട് നമ്മൾ ആസാദ് സ്റ്റഡി സർക്കിളിന്റെ ഭാഗമായിട്ട് വരും. എല്ലാവരും ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ.
എല്ലാവർക്കും കിട്ടും. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ ടൈം, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എഫേർട്ട് എല്ലാം വർത്ത് ആവും. ഉറപ്പായിട്ടും കിട്ടും. നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ ഉറപ്പിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് കിട്ടും. പഠിക്കാനും പറ്റും. അപ്പൊ ഓക്കെ, താങ്ക് യു. ക്ലാസ് എടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ.